ക്ലാസ്സിൽ നമ്മൾ യൂണിഫോം സ്പീഡും യൂണിഫോം വെലോസിറ്റിയും ഒക്കെയാണ് പഠിച്ചത് അല്ലേ? ഓക്കെ. അതുപോലെ ഞാൻ ഇന്ന് സ്കൂളിൽ നടക്കുന്ന ഒരു ക്ലാസ്സിനെ കുറിച്ചുള്ള ഒരു ചെറിയൊരു വീഡിയോ ഷെയർ ചെയ്തിരുന്നു. എല്ലാ കുട്ടികളും കൃത്യമായി അത് കണ്ട് രക്ഷിതാക്കളെ ഓർമ്മപ്പെടുത്തി ആ ക്ലാസ്സിൽ പങ്കെടുപ്പിക്കണം. നിർബന്ധമായിട്ട് അത് ചെയ്യണം. കണ്ട എല്ലാ ആൾക്കാരോടും ഒരു തംസപ്പ് ഷെയർ ചെയ്യാൻ പറഞ്ഞിരുന്നു. കുറച്ചുപേരൊക്കെ ഷെയർ ചെയ്തിട്ടുണ്ട്. ബാക്കിയുള്ള ആൾക്കാർ അത് കണ്ടതിന് ശേഷം രക്ഷിതാക്കളെ ബോധ്യപ്പെടുത്തിയതിന് ശേഷം അത് ഷെയർ ചെയ്യാം. ഓക്കെ. തുടർന്ന് നമുക്ക് പഠിക്കാനുള്ളതാണ് ആക്സിലറേഷൻ. വാട്ട് യു മീൻ ബൈ ആക്സിലറേഷൻ? ഹൗ ക്യാൻ വി കാൽക്കുലേറ്റ് ആക്സിലറേഷൻ എക്സെട്ര. ഓക്കെ. So first of all, what is acceleration? Definition of acceleration is rate of change of velocity. അപ്പോൾ ഈ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് വെലോസിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ് എന്നുള്ളത് നമുക്കൊരു വെഹിക്കിളിന്റെ കൺസിഡർ എ കാർ, അതിന്റെ മൂവ്മെന്റിനെ, അതിന്റെ മോഷനെ കൺസിഡർ ചെയ്തുകൊണ്ടൊന്ന് പഠിക്കാം. ഓക്കെ. സോ ഹിയർ വി ഹാവ് എ ജേർണി ഓഫ് കാർ. ഇറ്റ് ഈസ് പാസിംഗ് ത്രൂ ഡിഫറെന്റ് പോയിന്റ്സ് A, B, C, D, E, etc. And from each point we mark the time taken to reach that point and what change is happening to the velocity of that vehicle when it goes on. യഥാർത്ഥത്തിൽ ഏതൊരു ജേണിയും ഈ രൂപത്തിലാണ്. ഒന്നും യൂണിഫോം വെലോസിറ്റി ആയിട്ടുള്ള ജേണികൾ ഇല്ല, അല്ലെങ്കിൽ വളരെ വളരെ ചുരുക്കമാണ് യൂണിഫോം വെലോസിറ്റിയിൽ ഉണ്ടാകുന്ന മോഷൻസ്. ഇപ്പൊ നമ്മളുടെ വീട്ടിലെ ഏതൊരു വെഹിക്കിൾ എടുത്താലും, ഒരു കാർ എടുത്താലും, ഒരു സൈക്കിൾ എടുത്താലും, ഒരു ബൈക്ക് എടുത്തു കഴിഞ്ഞാലും അതിന്റെ ഒക്കെ സ്പീഡ് അല്ലെങ്കിൽ വെലോസിറ്റി എന്ന് പറയുന്ന ഫാക്ടർ എപ്പോഴും കൂടുകയോ കുറയുകയോ ചെയ്തുകൊണ്ടേയിരിക്കും. നല്ല റോഡിലേക്ക് എത്തുമ്പോൾ നമ്മൾ അതിന്റെ വേഗത കൂട്ടും. അതല്ല, മോശം റോഡിലേക്ക് കടക്കുകയാണെങ്കിൽ നമ്മൾ അതിന്റെ വേഗത കുറയ്ക്കും. ഇനി അതല്ല, മുന്നിൽ നിന്നൊരു വാഹനം വരികയാണെങ്കിലോ അപ്പോഴും നമ്മൾ അതിന്റെ വേഗത കുറയ്ക്കും. നല്ല റോഡാണ്, ഒഴിഞ്ഞ റോഡാണ് കാണുന്നതെങ്കിലോ നല്ല വേഗത്തിൽ പോകാൻ നമ്മൾ ശ്രമിക്കും. അപ്പൊ ഈ സമയത്തൊക്കെ എന്ത് സംഭവിക്കുന്നുണ്ട്? ചേഞ്ച് ഇൻ വെലോസിറ്റി സംഭവിക്കുന്നുണ്ട്. ആ ചേഞ്ച് ഇൻ വെലോസിറ്റി ഓരോ സെക്കൻഡിലും എത്ര വീതമാണ് ഉണ്ടാകുന്നത്, ആ മെഷറിനെയാണ് എന്തെന്ന് പറയുന്നത്? ആക്സിലറേഷൻ എന്ന് പറയുന്നത്. ഓക്കെ. ഇപ്പൊ നമ്മൾ ഈ ഒരു മോഷനെ ബേസ് ചെയ്തുകൊണ്ട് ആക്സിലറേഷൻ കണ്ടെത്താൻ ശ്രമിക്കുകയാണ്. നോക്കൂ, എ മുതൽ ബി വരെയുള്ള ജേണിയാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത് എന്ന് വിചാരിക്കും. ഇവിടെ നമുക്കൊരു ടേബിൾ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഈ ടേബിളിൽ കുറെ വാല്യൂസ് നമ്മൾ ഫില്ല് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഇപ്പൊ ഹിയർ ഫസ്റ്റ് ഓഫ് ഓൾ വി ആർ കൺസിഡറിംഗ് എ ജേർണി ഫ്രം എ ടു ബി. എയിൽ നിന്ന് ബിയിലേക്കുള്ള ഈ മോഷനെയാണ് നമ്മൾ ആദ്യമായിട്ട് കൺസിഡർ ചെയ്യുന്നത്. ബാക്കിയുള്ളതെല്ലാം മറക്കുകയാണെങ്കിൽ ഇത് ആ ജേണിയുടെ ഇനിഷ്യൽ പോയിന്റും ബി ആ ജേണിയുടെ ഫൈനൽ പോയിന്റുമാണ്. അപ്പൊ നമ്മുടെ ടേബിളിൽ ഫസ്റ്റ് കള്ളിയിൽ ഇതാണ് രേഖപ്പെടുത്തുന്നത്. എ ജേർണി ഫ്രം എ ടു ബി, അതിനെ സംബന്ധിച്ചുള്ള വിവരങ്ങൾ രേഖപ്പെടുത്തു. ഇനിഷ്യൽ വെലോസിറ്റി. വാട്ട് ഈസ് മീൻ ബൈ ഇനിഷ്യൽ വെലോസിറ്റി? ഇറ്റ് ഈസ് ദ സ്റ്റാർട്ടിംഗ് വെലോസിറ്റി ഓഫ് ദാറ്റ് ജേർണി. സോ ഹിയർ എ ഈസ് ദ പോയിന്റ് and initial velocity is 0. Is that right? 0 meter per second. Then B is the final point of the journey, and at that point the velocity is how much? 5 meter per second. So it is considered as the final velocity, 5 meter per second. Now how much is the change in velocity? How will we find change in velocity? Final velocity minus initial velocity, or otherwise we can say V minus U. V is used to represent final velocity and U is used to represent initial velocity. So V minus U, 5 minus 0 will give you 5 meter per second. And from this diagram you can find out how much time is taken to reach from A to B. How much time? It is 5 seconds, isn't it? 5 seconds. Okay. Then how much is the rate of change in velocity? എന്ന് പറഞ്ഞാൽ ഒരു സെക്കൻഡിൽ ഈ വെലോസിറ്റിക്ക് ഉണ്ടായ ചേഞ്ച്, ഇൻക്രീസ് ഓർ ഡിക്രീസ്, ആ ചേഞ്ച് എത്രയാണ് എന്നാണ്. അല്ലെങ്കിൽ നമ്മൾ അതിനെ ഒറ്റ വാക്കിൽ പറയുന്ന പേരാണ് എന്താ? വാട്ട് ഈസ് ഇറ്റ്സ്? Acceleration. And acceleration is represented by small letter a.
And our equation is A is equal to V minus U by T. Change in velocity എന്ത് ചെയ്യുക നമ്മള് ടൈം കൊണ്ട് ഡിവൈഡ് ചെയ്യും. So A is equal to V minus U by T, that is equal to V minus U is 5 minus 0 by T 5 second. 5 minus 0 5 divided by 5 will give us 1 meter per. എന്താണ് യൂണിറ്റ്? ഇവിടെ സെക്കൻഡ് ആണ് അല്ലെ. ആ സെക്കൻഡിനെ വീണ്ടും ഒരു സെക്കൻഡ് കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു. അപ്പൊ ടൈം 2 ടൈംസ് ആണ് ടൈം കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നത്. സോ മീറ്റർ പെർ സെക്കൻഡ് എന്തായിട്ട് മാറും? മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ. സോ ദിസ് ഈസ് ദ യൂണിറ്റ് ഓഫ് ആക്സിലറേഷൻ. അതും കൂടെ ഓർത്തിരിക്കുക, മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ. നമുക്ക് നോക്കാം ബി ടു സി. ബി മുതൽ സി വരെയുള്ള ജേർണി. എ മുതൽ ബി വരെയുള്ള നമ്മൾ കൺസിഡർ ചെയ്യുന്നില്ല. ബി മുതൽ സി വരെയുള്ള ജേർണിയാണ് കൺസിഡർ ചെയ്യുന്നത്. അങ്ങനെ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ആ സമയത്തെ വെലോസിറ്റി എത്രയായിരിക്കും? ബിയിൽ എത്രയാണ് വെലോസിറ്റി? ബിയിൽ ആ വെഹിക്കിളിന്റെ വെലോസിറ്റി 5 meter per second ആണ് അല്ലെ. സോ ദിസ് ഈസ് ദ ഇനിഷ്യൽ പോയിന്റ്. So it is the initial velocity. So in the column initial velocity we write 5 meter per second. And V is the final point of that journey. So the velocity 10 meter per second will be the final velocity. So in the column of final velocity we write 10 meter per second. Then how much will be the change in velocity? Final velocity minus initial velocity. So 10 minus 5 gives us 5 meter per second. How much is the time taken? Here also time taken is 5 seconds. 5 seconds to 10 seconds. In between it is എത്രയാണ്? 5 seconds. ഇത് കാണാൻ നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ ഡിഫറൻസ് കാണാം. 10 minus 5 gives us here also 5 seconds. Again we have to calculate the acceleration. A is equal to V minus U by T. So here V minus U 10 minus 5 by 5 seconds. That means 5 by 5 will give us 1 meter per second square. ഇനി നമുക്ക് സി ടു ഡി ഒന്ന് കൺസിഡർ ചെയ്യുക. അപ്പൊ കുറച്ചുകൂടി ഈസി. ഇനിയിപ്പോ കൂടുതൽ ഡിസ്കഷന്റെ ഒന്നും ആവശ്യമില്ല. സി ഇസ് ദ ഇനീഷ്യൽ പോയിന്റ് ആൻഡ് ഡി ഇസ് ദ ഫൈനൽ പോയിന്റ്. സോ സി ടു ഡി, ഇനീഷ്യൽ വെലോസിറ്റി 10 meter per second, final velocity 15 meter per second, change in velocity 15 minus 10, 5 meter per second. How much is time? Time 15 second minus 10, here also 5 seconds. Acceleration is equal to V minus U by T. V is how much? V is 15. 15 minus 10 by time is 5 seconds. Here also 5 by 5, we get it as 1 meter per second square. ഇപ്പൊ താഴത്തേക്കുള്ള കോളം നിങ്ങൾക്ക് പൂരിപ്പിക്കാൻ കഴിയും. അത് നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യുക. ഈ കൂട്ടത്തിൽ ഓർമ്മിപ്പിക്കാനുള്ള ഒരു കാര്യം, ഇത് ചെയ്തപ്പോഴെല്ലാം നമുക്ക് കിട്ടിയിരിക്കുന്ന ആക്സിലറേഷൻ എത്രയാണ്? ഇൻ ഓൾ ദ സിറ്റുവേഷൻ ആക്സിലറേഷൻ ഈസ് 1 meter per second square. ഇറ്റ്സ് എ സ്ട്രൈറ്റ് ലൈൻ പാത്ത് അല്ലെ. ഒരേ ലൈനിലാണ്, നേർരേഖയിലൂടെയാണ് ഇത് ട്രാവൽ ചെയ്യുന്നത്. ഇറ്റ് ഈസ് ട്രാവലിംഗ് ഇൻ സ്ട്രൈറ്റ് ലൈൻ. ആൻഡ് ഓൾസോ ദ മെഷർ ഓഫ് ആക്സിലറേഷൻ ഈസ് 1 meter per സെക്കൻഡ് സ്ക്വയർ. 1 meter per second square ആണ്. ഇങ്ങനെയുള്ള ജേണിയെ നമുക്ക് യൂണിഫോം ആക്സിലറേഷനിലുള്ള ജേണി എന്നും കൂടെ പറയാം. അപ്പൊ ആക്സിലറേഷൻ എന്താണെന്ന് നമ്മൾ പറഞ്ഞു. ആക്സിലറേഷന്റെ യൂണിറ്റ് എന്താന്ന് പറഞ്ഞു. ഇപ്പൊ നമ്മൾ എന്തും പറഞ്ഞു. യൂണിഫോം ആക്സിലറേഷൻ എന്ന് പറഞ്ഞാൽ എങ്ങനെയായിരിക്കണം? ഡയറക്ഷൻ ഒന്ന് തന്നെ ആയിരിക്കണം. അതുപോലെ തന്നെ അതിന്റെ മാഗ്നിറ്റ്യൂഡ്. ഇഫ് ദ ആക്സിലറേഷൻ ഇൻ ഓൾ ദ ടൈം ഇഫ് ഇറ്റ് ഈസ് സെയിം ആൻഡ് ഇഫ് ദ object or if the vehicle is traveling in straight line, we can say the object is in uniform acceleration. അല്ലെ, യൂണിഫോം ആക്സിലറേഷനിലാണ് നമുക്ക് പറയാൻ സാധിക്കും. ഓക്കെ,
സോ ഈ രീതിയിലാണ് നമ്മൾ എന്ത് ചെയ്യുക, ആക്സിലറേഷൻ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അപ്പൊ ഒന്നും കൂടെ നമ്മൾ എന്തൊക്കെയാണ് ആക്സിലറേഷനുമായി ബന്ധപ്പെട്ട് അറിഞ്ഞിരിക്കേണ്ടത്? വി ഹാവ് ടു നോ the initial velocity, we have to know the final velocity, then we can find the change in velocity, then one more thing you have to know is time of the change in velocity, then you can calculate the acceleration with the equation A is equal to V minus U by T. Is that clear? ഓക്കെ, അപ്പൊ ഇനി ആക്സിലറേഷനുമായി ബന്ധപ്പെട്ട് 1-2-3 കാര്യങ്ങളും കൂടെ നമുക്ക് അറിയാനുണ്ട്. ഒരു പ്രോബ്ലം സോൾവ് ചെയ്തതിനു ശേഷം ആ കാര്യങ്ങളും കൂടെ നമുക്ക് പഠിക്കാം. ഓക്കെ, സോ ഓക്കെ, ലുക്ക് ഹിയർ, വി ഹാവ് 2 problems. First of all, let us go to the first one. A car starts its journey from rest, reaches to a velocity of 40 meter per second in 8 seconds. 8 സെക്കൻഡ് കൊണ്ട് റെസ്റ്റിലായിരുന്ന ഒരു കാറ് അതിന്റെ വെലോസിറ്റി എവിടേക്ക് എത്തി? 40 മീറ്റർ പെർ സെക്കൻഡ് എത്തി. അങ്ങനെയാണെങ്കിൽ അതിന്റെ ആക്സിലറേഷൻ കാണൂ എന്നാണ് നമ്മളോട് പറഞ്ഞത്. സോ ടു ഫൈൻഡ് ഔട്ട് ആക്സിലറേഷൻ വി ഹാവ് ടു നോ ദ ഇനീഷ്യൽ വെലോസിറ്റി, ഫൈനൽ വെലോസിറ്റി ആൻഡ് ടൈം. അല്ലെ, ഇത്ര അറിയാമെങ്കിലേ നമുക്ക് ആക്സിലറേഷൻ കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. 3 എഴുതി നോക്കാം നമുക്ക് എന്തൊക്കെ കാര്യങ്ങളാണ്. ഒന്ന്, ഇനീഷ്യൽ വെലോസിറ്റി, ഈ ജേണി സ്റ്റാർട്ട് ചെയ്യുമ്പോഴുള്ള വെലോസിറ്റി അല്ലെ, നമ്മൾ അതിന് ഏത് ലെറ്റർ കൊണ്ടാണ് റെപ്രസെന്റ് ചെയ്യുക? ഇറ്റ് ഈസ് റെപ്രസെന്റഡ് ബൈ യു. ദെൻ വി റിക്വയർ ഫൈനൽ വെലോസിറ്റി ഓഫ് ദ ജേണി, ഇറ്റ് ഈസ് റെപ്രസെന്റഡ് ബൈ വി. ദെൻ ടൈം ടേക്കൺ, ഇതിനുള്ള സമയം സ്മോൾ. ഇങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് കാൽക്കുലേറ്റ് ചെയ്യാം? വി ക്യാൻ കാൽക്കുലേറ്റ് ആക്സിലറേഷൻ ഈസ് ഈക്വൽ ടു V minus U by T. ഈ ഇക്വേഷൻ ഉപയോഗിച്ച് നമുക്ക് ആക്സിലറേഷൻ കാണാൻ സാധിക്കും. സോ ഇതാണ് നമ്മുടെ ചോദ്യം. എ കാർ സ്റ്റാർട്ട്സ് ഫ്രം റെസ്റ്റ്. അപ്പൊ നോക്കൂ, ആ ഒരു ടേമിൽ ഒരു കാര്യം അണ്ടർസ്റ്റുഡ് ആണ്. കാറിന്റെ ജേണി സ്റ്റാർട്ട് ചെയ്യുന്ന എവിടെ നിന്നാണ്? അല്ലെങ്കിൽ ഇറ്റ്സ് മോഷൻ സ്റ്റാർട്ട്സ് ഫ്രം റെസ്റ്റ് അല്ലെ, റെസ്റ്റിംഗ് പൊസിഷനിൽ നിന്നാണ്. സോ ഹൗ മച്ച് വിൽ ബി ഇറ്റ്സ് ഇനിഷ്യൽ വെലോസിറ്റി? Its initial velocity will be 0 meter per second, അല്ലെങ്കിൽ 0, നമുക്ക് സിമ്പിൾ ആയിട്ട് പറയാം. അപ്പൊ ഒരു ഒബ്ജക്ട് റെസ്റ്റിലാണെങ്കിൽ അതിന്റെ ഇനിഷ്യൽ വെലോസിറ്റി, ആ ജേണി സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് അത് റെസ്റ്റിലാണെങ്കിൽ ഇനിഷ്യൽ വെലോസിറ്റി 0 ആണ്. വേറൊരു സാഹചര്യം, ഒരു ഫ്രീ ഫാൾ, ഒരു ബോഡിയുടെ ഫ്രീ ഫാളിനെ കുറിച്ച് പറയുകയാണെങ്കിലോ അപ്പോഴും അതിന്റെ ഇനിഷ്യൽ വെലോസിറ്റി 0 ആയിരിക്കും. ഫ്രീ ഫാൾ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു തെങ്ങിന്റെ മുകളിൽ നിന്ന് ഒരു തേങ്ങ ഞെട്ടറ്റ് താഴത്തേക്ക് വീഴും. അപ്പൊ മുകളിൽ ഇരിക്കുന്ന സമയത്ത് അത് റെസ്റ്റിംഗ് പൊസിഷനാണ്. പിന്നെ താഴത്തേക്ക് പോരുമ്പോഴാണ് അതിന്റെ വെലോസിറ്റി കൂടി കൂടി വരുന്നത്. സോ ഇനീഷ്യലി അതിന്റെ വെലോസിറ്റി 0 ആയിരിക്കും. വേറൊന്ന്, വെൻ യു ത്രോ എ സ്റ്റോൺ അപ്വേർഡ്സ്, മുകളിലേക്ക് നമ്മളൊരു സ്റ്റോണിനെ എറിയുമ്പോൾ വെലോസിറ്റി കൂടുതലായിരിക്കും. മുകളിലേക്ക് പോകുന്തോറും വെലോസിറ്റി എന്ത് ചെയ്യും? കുറയും. ഒരു പൊസിഷനിൽ എത്തുമ്പോൾ അവിടെ നിൽക്കും അല്ലെ. അപ്പൊ ആ ഏറ്റവും ടോപ്പ് മോസ്റ്റ് പൊസിഷനിൽ അതിന്റെ വെലോസിറ്റി എത്രയായിരിക്കും? അപ്പോഴും അതിന്റെ വെലോസിറ്റി 0 ആയിരിക്കും. ഇവ ഏതൊക്കെ സാഹചര്യങ്ങളിലാണ് 0 വെലോസിറ്റി ഉണ്ടാകുന്നത് എന്ന് ഓർത്തിരിക്കുക. ഓക്കെ, ഇത് നമ്മൾ ബാക്ക് ടു അവർ പ്രോബ്ലം, നമ്മുടെ കണക്കിലേക്ക് തിരിച്ചു വരാം. സോ ഹിയർ എ കാർ സ്റ്റാർട്ട്സ് ഇറ്റ്സ് ജേർണി ഫ്രം റെസ്റ്റ്. സോ ഇനിഷ്യൽ വെലോസിറ്റി is 0 meter per second. Then how much is the final velocity? It is given in the problem. It is 40 meter per second. അല്ലേ? Then how much is the time taken? Time taken is 8 seconds. അപ്പൊ നമുക്ക് സമയവും കിട്ടി, ഇനിഷ്യൽ ആൻഡ് ഫൈനൽ വെലോസിറ്റി കിട്ടി. Now we have to substitute the values in the equation. Our equation is A is equal to V minus U by T. And how much is V? V is 40 minus 0 divided by 80. So 40 by 80, how much is that? It will give you 5, isn't it? So 5 meter per second square. യൂണിറ്റിന്റെ കാര്യത്തിൽ കൃത്യമായി ഓർത്തിരിക്കണം. How much is the what is the unit of acceleration? It is meter per second square. Okay, clear ആണല്ലോ. അപ്പൊ നമ്മുടെ ഫസ്റ്റ് പ്രോബ്ലം നമ്മൾ സോൾവ് ചെയ്തു. അവിടെ നമ്മൾ ഓർത്തത് മനസ്സിലാക്കിയത് എന്താണ്? റെസ്റ്റിംഗ് പൊസിഷനിലാണെങ്കിൽ അതിന്റെ വെലോസിറ്റി 0 ആയിരിക്കും.
ചോദ്യത്തിൽ അത് സീറോ വെലോസിറ്റി ആണ് ഇനീഷ്യൽ വെലോസിറ്റി എന്നൊന്നും ഒരുപക്ഷെ തന്നിട്ടുണ്ടാകില്ല. ഓക്കെ, അപ്പൊ ആ കാര്യങ്ങൾ ഓർത്തിരിക്കുക. ഓക്കെ, ക്ലിയർ ആണെന്ന് കരുതുന്നു. നമുക്ക് രണ്ടാമത്തെ പ്രോബ്ലത്തിലേക്ക് പോകാം. അവിടെ നമുക്ക് ഇനീഷ്യൽ വെലോസിറ്റിയും ഫൈനൽ വെലോസിറ്റിയും ഒക്കെ വേണം അല്ലെ? ഏതൊരു ആക്സലറേഷൻ കാണാനുള്ള ഒരു പ്രോബ്ലത്തിൽ എപ്പോഴും നമുക്ക് ഇനീഷ്യൽ വെലോസിറ്റിയും ഫൈനൽ വെലോസിറ്റിയും ഒക്കെ വേണം. ചോദ്യം ഒന്ന് നോക്കാം നമുക്ക്. എ കാർ വാസ് മൂവിംഗ് വിത്ത് എ വെലോസിറ്റി 50 meter per second, suddenly applies brake and reaches to rest by 5 seconds. Find the acceleration. അപ്പൊ ഒരു കാർ നല്ല വേഗതയിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. 50 meter per second വേഗതയിൽ, അത്യാവശ്യം നല്ല സ്പീഡിലാണ് പോകുന്നത്. അപ്പൊ പെട്ടെന്ന് എന്ത് ചെയ്തു? ഒരു പക്ഷേ ആരെങ്കിലും മുന്നിലൂടെ ക്രോസ് ചെയ്യുക എന്തെങ്കിലും ചെയ്തിട്ടുണ്ടാവും. വളരെ പെട്ടെന്ന് എന്ത് ചെയ്യണം? വണ്ടി നിർത്തണം, ബ്രേക്ക് അപ്ലൈ ചെയ്തു. ബ്രേക്ക് അപ്ലൈ ചെയ്തത്തേക്കും ഒരു 5 സെക്കൻഡ് കൊണ്ട് വെഹിക്കിൾ എവിടേക്ക് എത്തി? റെസ്റ്റ് പൊസിഷനിലേക്ക് എത്തി. വണ്ടിയെ നമുക്ക് നിർത്താൻ സാധിച്ചു എങ്കിൽ അതിന്റെ ആക്സിലറേഷൻ എത്രയാണ് എന്നുള്ളതാണ്. അപ്പൊ ഇത് ആദ്യമേ തുടക്കത്തിൽ കാർ എങ്ങനെയാ പോയിക്കൊണ്ടിരുന്നേ? കാർ ഒരു പ്രത്യേക സ്പീഡിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത് അല്ലെ? ഇറ്റ് ഈസ് മൂവിംഗ് വിത്ത് എ വെലോസിറ്റി 50 meter per second. അപ്പൊ നമ്മൾ കൺസിഡർ ചെയ്യുന്ന ആ യാത്രയുടെ തുടക്കത്തിൽ അത് എത്ര സ്പീഡിൽ പോകുന്നു? 50 meter per second. പിന്നെയാണ് അത് ബ്രേക്ക് അപ്ലൈ ചെയ്യുമ്പോൾ റെസ്റ്റിലേക്ക് വരുന്നത്. അപ്പൊ തുടക്കത്തിലെ വെലോസിറ്റി, ഇനീഷ്യൽ വെലോസിറ്റി ഈസ് 50 meter per second അല്ലെ? ഓക്കെ, ഇനി നമുക്ക് എന്ത് ചെയ്യണം? അതിന്റെ ഫൈനൽ വെലോസിറ്റി അറിയണം. ഫൈനൽ ആയിട്ട് ഈ മോഷനിൽ എന്ത് സംഭവിച്ചു? ദ കാർ റീച്ചസ് ടു റെസ്റ്റ് അല്ലെ? റെസ്റ്റിലേക്ക് എത്തി. അപ്പൊ ഫൈനൽ പൊസിഷനിലെ വെലോസിറ്റി എത്രയാണ്? നമ്മൾ നേരത്തെ പറഞ്ഞു അല്ലെ? റെസ്റ്റിംഗ് പൊസിഷനിലാണെങ്കിൽ അതിന്റെ വെലോസിറ്റി എത്രയാണ്? ഇറ്റ്സ് വെലോസിറ്റി ഈസ് 0 meter per second. സോ ഇവിടെ ഫൈനൽ വെലോസിറ്റി 0 meter per second. ദെൻ ടൈം എത്ര സമയം എടുത്തു? ചോദ്യത്തിൽ തന്നിട്ടുണ്ട് അല്ലെ? ഇറ്റ് ഈസ് 5 seconds. നമുക്ക് ആക്സിലറേഷൻ ഒന്ന് കണ്ടു നോക്കാം. ഇനീഷ്യൽ വെലോസിറ്റി 50 അല്ല, നമുക്ക് കുറയ്ക്കേണ്ടതിരുന്ന വിയിൽ നിന്നല്ലേ? വി എത്രയാണ്? ഫൈനൽ വെലോസിറ്റി 0 ആണ്. 0 വി മൈനസ് യു ഇനീഷ്യൽ വെലോസിറ്റി 50 ഡിവൈഡഡ് ബൈ 5 is equal to 50 divided by ഒരു മൈനസ് ഇവിടെ ഉണ്ട് അല്ലേ? 0 minus 50. ഇപ്പൊ -50 ആണ് നമുക്ക് കിട്ടുക. -50 by 5 is equal to -10 meter per second square. ആക്സിലറേഷൻ അപ്പൊ മൈനസ് ഉണ്ടാവുമോ? ഒരു വാല്യൂ അല്ലേ? കുറഞ്ഞു വരുന്ന ഒരു വാല്യൂ അല്ലേ? ഇത്ര വീതം കുറയുന്നതാണ്. അതിനെങ്ങനെ മൈനസ് വാല്യൂ ഉണ്ടാവുക? അപ്പൊ എന്താ മൈനസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഇവിടെ ആക്സിലറേഷൻ എങ്ങനെയാണ്? വേഗതയെ കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് അല്ലെ? സ്പീഡ് 50ൽ നിന്ന് 0യിലേക്ക് എത്തുകയാണ്. അപ്പൊ ഘട്ടം ഘട്ടമായിട്ട് വെലോസിറ്റി ഇവിടെ കുറയുകയാണ് ചെയ്യുന്നത്. അങ്ങനെ വരുമ്പോൾ നമ്മൾ എന്ത് പറയും? നെഗറ്റീവ് ആക്സിലറേഷൻ എന്ന് പറയും അല്ലെ? നമുക്ക് കിട്ടിയ വാല്യൂവും അങ്ങനെയാണ്, നെഗറ്റീവ് ആക്സിലറേഷൻ. We call the negative acceleration as retardation. നമ്മൾ വിളിക്കുന്ന പേരാണ് retardation. If the acceleration is negative, we call it as retardation. എന്ന് പറഞ്ഞാല് സ്പീഡ് കുറയുകയാണെങ്കിലും ആക്സിലറേഷൻ ഉണ്ട്, സ്പീഡ് കൂടുകയാണെങ്കിലും ആക്സിലറേഷൻ ഉണ്ട്. സ്പീഡ് കൂടുകയാണെങ്കിൽ ആ സമയത്തുണ്ടാവുന്ന ആക്സിലറേഷൻ അല്ലെങ്കിൽ വെലോസിറ്റി കൂടുകയാണെങ്കിൽ ആ സമയത്തുണ്ടാവുന്ന ആക്സിലറേഷൻ എന്ന് തന്നെ നമ്മൾ വിളിക്കുന്നു. സ്പീഡ് കുറയുകയാണെങ്കിലോ ആ സമയത്തും ആക്സിലറേഷൻ ഉണ്ടാവുന്നുണ്ട്, അത് നെഗറ്റീവ് ആക്സിലറേഷൻ ആയിരിക്കും. ആൻഡ് ദാറ്റ് നെഗറ്റീവ് ആക്സിലറേഷൻ ഈസ് കോൾഡ് ആസ് റിട്ടാർഡേഷൻ. റിട്ടാർഡ് ചെയ്യുക, വേഗത കുറഞ്ഞു വരിക എന്നുള്ള അർത്ഥത്തിൽ. അപ്പൊ റിട്ടാർഡേഷൻ ഈസ് നെഗറ്റീവ് ആക്സിലറേഷൻ. സോറി, പോസിറ്റീവ് അല്ല. Negative acceleration is known as retardation. Deceleration എന്നുള്ള ടേമും ഉപയോഗിക്കാറുണ്ട്, റിട്ടാർഡേഷൻ എന്നുള്ള ടേമും ഉപയോഗിക്കാറുണ്ട്. ഓക്കെ, സോ ആക്സിലറേഷൻ പോസിറ്റീവും ആകാം നെഗറ്റീവും ആകാം. പോസിറ്റീവ് ആണെങ്കിൽ നമ്മൾ ആക്സിലറേഷൻ എന്ന് പറയും, നെഗറ്റീവ് ആകുകയാണെങ്കിൽ നമ്മൾ അതിനെ റിട്ടാർഡേഷൻ എന്നും പറയും.
പോസിറ്റീവ് ആകുകയാണെങ്കിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണ്? അതിന്റെ സ്പീഡ് കൂടിക്കൊണ്ടിരിക്കുകയാണ് നമ്മൾ മനസ്സിലാക്കണം. റിട്ടേർഡ് ആണ് സംഭവിക്കുന്നതെന്ന് പറഞ്ഞാൽ നമ്മൾ എന്ത് മനസ്സിലാക്കണം? ആ ഒബ്ജക്റ്റിന്റെ സ്പീഡ് അല്ലെങ്കിൽ വെലോസിറ്റി കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ് എന്ന് മനസ്സിലാക്കണം. ഓക്കെ, അപ്പൊ ആക്സിലറേഷനുമായി ബന്ധപ്പെട്ട് എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞത്? വാട്ട് യു മീൻ ബൈ ആക്സിലറേഷൻ? റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് വെലോസിറ്റി ഈസ് നോൺ ആസ് acceleration. Then how will we calculate acceleration? Acceleration is equal to change in velocity by time. Change in velocity എന്ന് പറഞ്ഞാൽ എന്താണ്? ഫൈനൽ വെലോസിറ്റി മൈനസ് ഇനീഷ്യൽ വെലോസിറ്റി. ഫൈനൽ വെലോസിറ്റിയെ നമ്മൾ ഏത് ലെറ്റർ കൊണ്ട് റെപ്രസെന്റ് ചെയ്യുക? v. ഇനീഷ്യൽ വെലോസിറ്റി is represented by u. Then time t. Acceleration is represented by a. അപ്പൊ നമ്മുടെ ഇക്വേഷൻ എന്താണ്? a is equal to v minus u by t. Okay, a is equal to v minus u by t. Then we have learned what is the unit of acceleration. What is the unit of acceleration? Yes, meter per second square. Then we have two types of acceleration. Positive acceleration is considered as acceleration and negative acceleration is considered as retardation. ഓക്കെ, അപ്പൊ അതുമായി ബന്ധപ്പെട്ട പ്രോബ്ലംസും നമ്മളിപ്പോ സോൾവ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഈ നമ്മൾ ഇന്ന് ബോർഡിൽ എഴുതിയ സകല കാര്യങ്ങളും നോട്ടിലേക്ക് എഴുതിയെടുക്കണം. അതിലെ ടേബിളിൽ ഒരു ഭാഗം കൂടി ഫില്ല് ചെയ്യാനുണ്ട്, അത് കംപ്ലീറ്റ് ചെയ്യണം. ഓക്കെ, കൂട്ടത്തിൽ ഒന്നും കൂടെ ഓർമ്മിപ്പിക്കുന്നു, ഞാൻ ഷെയർ ചെയ്ത മക്കളോടൊപ്പം എന്നുള്ള ഇന്നത്തെ പ്രോഗ്രാം കൃത്യമായിട്ട് നിങ്ങളുടെ രക്ഷിതാക്കളിലേക്ക് എത്തണം. എല്ലാ രക്ഷിതാക്കളെയും കൃത്യമായിട്ട് ആ ക്ലാസ്സിൽ പങ്കെടുപ്പിക്കാൻ നിങ്ങൾ ശ്രദ്ധിക്കണം.